അതെ, ഞാൻ അവരുടെ പിന്നെ ഇന്ന് രാവിലെ എണീച്ചിട്ട് ഞാൻ അവരുടെ 2 വീഡിയോ കണ്ടു. അവർ ഈ ഇൻസിഡന്റിന് ശേഷം ഒന്ന് ചാനലിൽ കൊടുത്ത ബൈറ്റാണ്, ഒന്ന് ഒരാളൊരു ഇന്റർവ്യൂ എടുത്തതാണ്. അപ്പം അതിനകത്ത് തന്നെ നമുക്കറിയാം എത്ര അവര് മരിച്ചു ജീവിച്ച ഒരാളാണ്, ശരിക്കും മരിച്ചു ജീവിച്ച ഒരാളാണ്. ഇങ്ങനെ ഒരു 8 ക്രൂരന്മാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവര് മാനസികമായിട്ട് അവര് മരിച്ചുപോയ ഒരാളാണ്. അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഈ അതിജീവിതയ്ക്ക് സമൂഹത്തിന്റെയും സ്റ്റേറ്റിന്റെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ നല്ല അഗൈതവുമായിട്ടുള്ള അത്രയും നല്ല പിന്തുണ കിട്ടി. അതുകൊണ്ട് അവര് കുറച്ചും കൂടെ അവര് പിടിച്ചു നിന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ നോക്കൂ, ഇനിയും ഇത്രയും ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ട് പുറത്ത് പറയാൻ പോലും പറ്റാത്ത എന്തോരം മനുഷ്യർ കാണും, അല്ലെങ്കിൽ കേസുകൾ പുറത്തോട്ട് വരാത്തത് എത്ര കാണും. പക്ഷെ ഇവർക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അത് അവരുടെ വാക്കുകളിലുണ്ട്. എങ്ങനെ അവർ അതിജീവിച്ചു എന്ന് അവർക്ക് പറയാൻ അറിയില്ല. അത് ആർക്കും സാധിക്കില്ല. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ മരിച്ചു ജീവിക്കുന്നതിന് എങ്ങനെ അതിജീവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അവരൊരു വലിയൊരു ഉദാഹരണമാണ് സമൂഹത്തില്. ഇത്രയും വലിയൊരു നടി അവർക്ക് പിന്നെ ഏറ്റ ആ ഒരു ഇൻസിഡന്റ് ഓപ്പൺ ആയിട്ട് അവർ മുഖം തുറന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് കേരള സമൂഹത്തിനും നമുക്ക് എല്ലാ കാലത്തേക്കും നമ്മുടെ ചരിത്രത്തിലേക്കായ ഒരു വിധി, ഒരു കേസാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നേരിട്ട് മുഖം അത്രയും പബ്ലിസിറ്റി ഉള്ള അവരുടെ കരിയറിനെ ബാധിക്കും, അവരൊന്നും നോക്കിയില്ല. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലപ്പോൾ ഓരോ മനുഷ്യനെ ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് പുറത്ത് പറയുന്നത്, എപ്പോ പറയണം, എങ്ങനെ പറയണം. അങ്ങനെയാണ് ചിലർ നമ്മൾ ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഇത്രയും ഒരു റേപ്പ് ചെയ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത്, എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയി എന്ന് കോടതി ചോദിക്കും, മൊഴിയെടുക്കുന്നവർ ചോദിക്കും. പലയിടത്തുനിന്നും സമൂഹത്തിന്റെ അടുത്തുനിന്നും ഒക്കെ ഈ ചോദ്യം നേരിടേണ്ടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടവന്റെ മാനസികാവസ്ഥയോ അവരെ പിന്നീട് സമൂഹം അറിയുന്നില്ല. അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. തകർന്ന് തരിപ്പണാവുന്ന ഒരു മനുഷ്യന് അവർ കയറി വരാൻ ഒരുങ്ങുന്ന സമയത്ത് പോലും PR ഏജൻസികളെ വെച്ച് ആ പെൺകുട്ടിക്ക് അത്രയ്ക്ക് അപമാനം ഏൽക്കേണ്ടി വന്നു. അപ്പോഴും അവർ പറയുന്നുണ്ട്, എന്നെ മനസ്സിലാക്കാത്തവരുടെ പിന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ തെറിവിളികൾക്ക് ഞാൻ എന്തിനു മറുപടി കൊടുക്കണം. എന്നെ അറിയാവുന്നവർ പറഞ്ഞാൽ ഞാൻ വിഷമിക്കും, അറിയാത്തവർ പറയുന്നതിനെ ഞാൻ പൂർണ്ണമായി ഇഗ്നോർ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അത് സമൂഹത്തിനുള്ള വലിയൊരു മെസ്സേജ് കൂടിയാണത്. നമ്മള് പിന്നെ അവർക്ക് ഒരു സംസാരിക്കണം എന്ന് പറ്റും തോന്നിയ നിമിഷത്തിൽ എനിക്ക് മൊഴി കൊടുക്കാൻ പറ്റും തോന്നിയ നിമിഷത്തിൽ അവരപ്പൊ തന്നെ അവരത് പിന്നെ പോലീസിന് മുമ്പിൽ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അവർ ഇത്രത്തോളം വഴി നടത്തിയതിൽ പൊതുസമൂഹം അവർക്ക് വലിയൊരു പിന്തുണ കൊടുത്തിട്ടുണ്ട്. എല്ലാ അതിജീവിതമാർക്കും ഈ പിന്തുണ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഇനി ഉണ്ടാവാതെ നോക്കണം. പിന്നെ ഇത്തരം ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന എത്രയോ ക്രിമിനൽസ് ഉണ്ടെന്നറിയാവോ. പിന്നെ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിരുന്നു, അവര് കാറിനകത്ത് വെച്ച് തന്നെ റേപ്പ് ചെയ്യപ്പെട്ടു. അതൊരു വക്കീലാണ്, ഒരു ജനപ്രതിനിധിയാണ്. അതൊന്നും ഇതുവരെ കേസ് പോലും ആയിട്ടില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും ഊളംപാറയിൽ ചികിത്സയിലാണ്, ഊളംപാറയുടെ ഡോക്ടറുടെ കീഴിൽ. ഒരു നോർമലായിട്ട് അവരൊരു മൊഴി പറയാൻ പാകത്തിനായാലേ അവരുടെയൊക്കെ കേസുകൾ പോലും എടുക്കാൻ പറ്റുള്ളൂ. ഇനിയും ഒരുപാട് കേസുകളുണ്ട്. ക്രിമിനൽസിനെ ഒതുക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അവരെ പരിവർത്തനം ചെയ്യാനായിട്ടോ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കുഴപ്പമാണ്. കാരണം ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഒഴുകുന്ന ഈ ഒരു സമയത്ത് ഭയങ്കര സാമ്പത്തികമാണ് മനുഷ്യരുടെ കയ്യിൽ. എങ്ങനെ വരുന്നു, കുറെ പേരുടെ കയ്യിലെ പൈസകൾ എങ്ങനെയാണ് നമുക്ക് ഇൻകം ടാക്സുകാർക്ക് പോലും അറിയത്തില്ല. ഇങ്ങനെയുള്ളവരാണ് കാപ്പ കേസിൽ പോലും പെടുന്നില്ല. ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അവര് പിന്നെ അവര് റിമാൻഡിലായാലും പിന്നീട് വിചാരണയുടെ സമയത്ത് അവർ പൈസ കൊടുത്ത് കേസ് ഒതുക്കും, വലിയ തുക കൊടുത്ത്. അങ്ങനെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പൈസ കൊടുത്ത് ഇവരൊരു കാപ്പ ലിസ്റ്റിലോ ഒരു റൗഡി ലിസ്റ്റിലോ പോലും പെടാത്ത മനുഷ്യരായി മാറുകയാണ്. ഇത് സമൂഹത്തിന്റെ വലിയൊരു ദുരന്തമാവും പിന്നീട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ കാശുകാരനായാലും പദവിയുള്ളവരായാലും സമൂഹത്തിൽ അറിയപ്പെടുന്നവരായാലും അവരൊരു കുറ്റകൃത്യം ചെയ്താലും നിയമത്തിന് മുമ്പിൽ അവര് പിന്നെ ഒരു ദയ അർഹിക്കുന്നില്ല. കൃത്യമായിട്ട് അവർക്കെതിരെ നടപടി വരും. ഈ 120B ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വക്കീലന്മാര് പറയുന്നത് 20 വർഷം വരെ തടവ് കിട്ടാനുള്ള ചാൻസ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വിധിക്ക് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ മാധ്യമപ്രവർത്തകരാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം കേസുകളൊക്കെ പുറത്തു വരുമായിരുന്നു. നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു പിന്തുണ, നമ്മൾ തന്നെ ഈ വിഷയം എത്രയോ തവണ ചർച്ച ചെയ്തു. അപ്പൊ ഈ മാധ്യമപ്രവർത്തകരുടെയും കൂടെ പിന്തുണ എത്ര വലുതാണെന്ന് ഈ ഒരു അവസരത്തിൽ ഇത്തരം കേസുകളിൽ സമൂഹത്തിലെ മാധ്യമങ്ങൾ എത്ര സ്വാധീനം ചെലുത്തുന്നു, എങ്ങനെ അതിന്റെ ഭാഗമാകുന്നു, അതുകൂടിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായും. അതുപോലെ തന്നെ ഈ ഒരു കേസ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ പണമുള്ളവർക്ക് അത് ഉപയോഗിച്ച് പല കേസുകളിൽ നിന്നും ഊരിപ്പോകാമെന്നുള്ളൊരു ധാരണയുള്ളിടത്താണ് ഈ നടിയെ ആക്രമിച്ച കേസ് ഇത്രത്തോളം വലിയ രീതിയിൽ തന്നെ ചർച്ചയായതും ഇന്ന് വിധിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും. എന്നാൽ ഈ ഒരു കേസിൽ പ്രതികൾക്ക് വേണ്ട രീതിയിലൊരു ശിക്ഷ അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു ശിക്ഷ ലഭിച്ചില്ല എങ്കിൽ അത് സമൂഹത്തിൽ
വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയർത്തും. അത് തീർച്ചയായും ശിക്ഷിക്കപ്പെടുന്നു തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നീതിന്യായ വ്യവസ്ഥ എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കണം, എങ്കിലേ മനുഷ്യ സമൂഹത്തിന് മുൻപോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ജുഡീഷ്യറി എപ്പോഴും ട്രാൻസ്പെറന്റ് ആയി കൃത്യമായിട്ട്, പക്ഷെ ജുഡീഷ്യറിക്കൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കീഴ്ക്കോടതികളിലൊക്കെ ഒരുപാട് കേസുകൾ ഒത്തുതീർപ്പായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ റിമാൻഡിലാവേണ്ട പ്രതികളെ പോലും രക്ഷപ്പെടുത്തുന്ന ജഡ്ജിമാരുണ്ട്. എനിക്കറിയാം എത്രയോ കേസുകൾ. ഇപ്പൊ ഒരു ലിസ്റ്റ് എടുക്കെന്ന് പറഞ്ഞ ഒരു 100 കേസ്. കഴിഞ്ഞ ദിവസം വരെ SC കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് ആ പ്രതിയെ പോലും റിമാൻഡ് ചെയ്യാതെ വിട്ടിരിക്കുവാണ് ജഡ്ജി പരസ്യമായിട്ട്. ഒരു ചെറിയ കോടതി മുറിയിൽ ഒരു പെൺകുട്ടിയോട് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നീ എങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ടു, നിങ്ങൾ തമ്മിൽ നേരത്തെ ബന്ധം ഉണ്ടായിരുന്നോ, ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികളോട് നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ ഭയങ്കര ക്രൂഷ്യലായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല കോടതി മുറികളിൽ ഇപ്പോഴും ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, മറ്റുള്ളവർ കേൾക്കാതെ അത് വാദിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോഴും പല കോടതികളിൽ ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ ഈ ജുഡീഷ്യറിയെ തിരുത്തി എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചർച്ചയിൽ വരണം. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഇത് ഈ കേസിന് ശേഷം ഉണ്ടായതാണ് ഹേമ കമ്മിറ്റി. 56 പേരാണ് മൊഴി നൽകിയത്. എന്നിട്ടും എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? അതിനകത്ത് ആർക്കെതിരെയും നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ എവിഡൻസ് ഉണ്ടായിട്ടും നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മള് നിതാന്ത ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ഈ കേസിന്റെ എല്ലാ കേസുകളും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നിടുന്നത് മാത്രമേ ഇപ്പോഴും ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. അല്ലാത്ത എത്രയോ കേസുകൾ ഒതുക്കപ്പെട്ടു പോകുന്നു. ഉദാഹരണത്തിന് ഇത്ര ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയല്ലേ ഇവിടെ ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത്. ഇത്രയും മൈനർ പോക്സോ കേസ് വരെ അതിനകത്ത് മൊഴി കൊടുത്തിട്ടും ഒന്നും അനങ്ങിയില്ല. അപ്പം കുറെ സംവിധാനങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും ഈ സിസ്റ്റത്തെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടെന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ രക്ഷപ്പെട്ടു പോവാണ്. പക്ഷെ ഈ കേസ് കൃത്യമായിട്ട് ഇത് ജഡ്ജ് ചെയ്തില്ലെങ്കിൽ അത് ഒരു നെഗറ്റീവ് മെസ്സേജ് ആയിരിക്കും ഈ സമൂഹത്തിന് കൊടുക്കുക. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും നാളും അവർ കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസുകളും കാര്യങ്ങളും എല്ലാം അഡ്വക്കേറ്റ് TB മിനി ചേച്ചി പറയുന്നുണ്ട്. ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറയണമെന്നുണ്ട് അറിയാവുന്ന. പക്ഷെ കേസ് ഇങ്ങനെ നിൽക്കുന്നത് ജഡ്ജ് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അത് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പൊതുസമൂഹം അറിയും. അപ്പൊ ആ രീതിക്ക് തന്നെ ഇതിനെ ശിക്ഷ വിധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ ഇത് വലിയൊരു ചലഞ്ച് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും. നാളെ എങ്ങനെ മനുഷ്യൻ ജീവിക്കും? ഒരു സമ്പത്തുള്ളവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ആരെ വേണമെങ്കിലും കൊല്ലാം, ആരെ വേണമെങ്കിലും പിന്നെ എന്ത് കുറ്റകൃത്യത്തിൽ വേണമെങ്കിലും ഏർപ്പെടാം. അത് തന്നെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. RSSലും കാപ്പാലിസ്റ്റിലും പെടേണ്ട എന്തോരം പ്രതികളെ ഇവിടെ അവരിപ്പോ തിരിച്ച് പോലീസുകാരെ തന്നെ കുത്തിക്കൊല്ലുന്നില്ലേ? പോലീസുകാരെ തന്നെ കുത്തില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് പോലീസ് ഓഫീസർമാരാണ്. പ്രതികള് പോലീസ് ഓഫീസർമാരെ കുത്തിയ കേസുകൾ എന്തോരമാണ്. അപ്പോൾ കൃത്യമായിട്ട് ക്രിമിനൽസിനെ ഒതുക്കാൻ വേണ്ട നടപടികളും കൂടെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം സ്റ്റേറ്റ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.